നമസ്കാരം. തലസ്ഥാന നഗരിയെ വിറപ്പിച്ച പാൽക്കുളങ്ങര ചമ്പക്കടയിലെ വിശാഖ വധക്കേസിൽ മിന്നൽ വേഗത്തിൽ നടപടിയെടുത്ത് പ്രതികളെ പിടിയിലാക്കി തിരുവനന്തപുരം സിറ്റി പോലീസ്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഡോക്ടർ അരുൾ ബി കൃഷ്ണ IPSന്റെ കുടുംബ വീടിന് കേവലം 200 മീറ്റർ മാത്രം അകലെയാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് ക്രൂരമായ കൊലപാതകം നടന്നത്. മുൻപ് CPIM നേതാവായിരുന്ന VV വിഷ്ണുവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തിയ പാസ്പോർട്ട് ഓഫീസിന് മുന്നിലെ സംഭവ സ്ഥലത്തു നിന്നും ഏതാണ്ട് 500 മീറ്റർ മാത്രം അകലെയാണ് പാൽക്കുളങ്ങരയിലെ ഈ ആക്രമണവും നടന്നത്. ഇന്നലെ കൊലപാതകം നടന്ന ഇതേ പ്രദേശത്തെ വീട്ടിലിരുന്നാണ് MBBSഉം MD ബിരുദവുമുള്ള അരുൾ ബി കൃഷ്ണ ഡോക്ടറായി മുൻപ് പ്രാക്ടീസ് ചെയ്തിരുന്നത്. നിലവിൽ കമ്മീഷണർ ഈ വീട്ടിലല്ല താമസിക്കുന്നതെങ്കിലും പ്രദേശത്തെ വഴികളെക്കുറിച്ചും അവിടുത്തെ നിവാസികളെക്കുറിച്ചും വ്യക്തമായ ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. സ്വന്തം തട്ടകത്തിന് തൊട്ടടുത്ത് നടന്ന ആക്രമണത്തിൽ സമാധാന അന്തരീക്ഷം തകരാതിരിക്കാൻ പോലീസ് സേനയ്ക്ക് കമ്മീഷണർ കൃത്യമായ നിർദ്ദേശം നൽകുകയായിരുന്നു. കമ്മീഷണറുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലും നിർദ്ദേശത്തിലും അതിവേഗത്തിലാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അന്വേഷണത്തിന് ഇറങ്ങിത്തിരിക്കുന്നത്. സംഭവം നടന്നയുടൻ പ്രദേശത്തെ CCTV ദൃശ്യങ്ങളും സാഹചര്യ തെളിവുകളും അടിസ്ഥാനമാക്കി വ്യാപക തെരച്ചിലാണ് പോലീസ് ആരംഭിച്ചത്. പോലീസിന്റെ അതീവ ജാഗ്രതയുടെയും കാര്യക്ഷമമായ നീക്കങ്ങളുടെയും ഫലമായി മണിക്കൂറുകൾക്കകം തന്നെ കേസിലെ 4 പ്രതികളെയും പോലീസ് കൈയോടെ പിടികൂടുകയായിരുന്നു. പുലയനാർ കോട്ട ആശുപത്രിക്ക് സമീപമുള്ള കുറ്റിക്കാട്ടിൽ നിന്നാണ് പ്രധാന പ്രതി പ്രദീപും കൂട്ടാളികളും പിടിയിലായത്. അയൽവാസിയായ ചമ്പക്കട സ്വദേശി പ്രദീപാണ് കേസിലെ മുഖ്യപ്രതി. പ്രതികൾ കൃത്യത്തിനു ശേഷം രക്ഷപ്പെടാൻ ഉപയോഗിച്ച കാർ പുലയനാർ കോട്ടയിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നും പോലീസ് മുൻകൂട്ടി കണ്ടെത്തുകയും ഇതിന്റെ തുടർച്ചയായി നടത്തിയ തെരച്ചിലിൽ അക്രമികളെ വട്ടമിട്ട് പിടിക്കുകയുമായിരുന്നു. നാടിനെ നടുക്കിയ ഈ കൊലപാതകം തികച്ചും വ്യക്തിവൈരാഗ്യത്തിന്റെയും വഴിത്തർക്കത്തിന്റെയും പേരിൽ ഉണ്ടായതാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മുൻപ് 4 മാസം മുൻപ് പ്രദീപിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയായിരുന്നു കൊല്ലപ്പെട്ട വിശാഖ്. ഈ കേസിൽ ജയിൽവാസം അനുഭവിച്ച ശേഷം പുറത്തിറങ്ങിയ വിശാഖ് മലയൻകീഴിലെ വീട്ടിലായിരുന്നു താമസം. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2-ന് പാൽക്കുളങ്ങരയിലെ വീട്ടിൽ അമ്മയെ കാണാനെത്തിയ വിശാഖിനെ പിന്തുടർന്നാണ് പ്രദീപും സംഘവും വടിവാളുകളുമായി എത്തി വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. കൈക്കും കാലിനും വയറിനും മാരകമായ വെട്ടേറ്റ വിശാഖിനെ പോലീസ് സംഘം ഉടൻ തന്നെ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ആശുപത്രിയിൽ എത്തിക്കുമ്പോഴും വിശാഖ് മരണത്തിന് കീഴടങ്ങിയിരുന്നു. നഗരമധ്യത്തിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ വീടിന് തൊട്ടടുത്ത് നടന്ന ഈ കൊലപാതകത്തിലെ പ്രതികളെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടാനായത് വഴി തിരുവനന്തപുരം സിറ്റി പോലീസ് ജനങ്ങൾക്കിടയിൽ വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രദേശത്ത് കൂടുതൽ അക്രമ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനും ക്രമസമാധാനം ഉറപ്പുവരുത്തുവാനും പോലീസിന് കഴിഞ്ഞു. കൊല്ലപ്പെട്ട വിശാഖും പ്രതിയായ പ്രദീപും തമ്മിൽ രാഷ്ട്രീയപരമായ തർക്കങ്ങളല്ല ഉണ്ടായിരുന്നതെങ്കിലും 2 പേർക്കും ഈ മേഖലയിൽ നിരവധിയായ അനുയായികളും സംഘബലവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കൊലപാതകം വഴി തൊട്ടടുത്ത പേട്ട ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് ഗുണ്ട കുടിപ്പക പടരാൻ വലിയ സാധ്യത നിലനിന്നിരുന്നു. ഒരു നിമിഷത്തെ അനാസ്ഥ പോലും ക്രമസമാധാനം തകർക്കുന്ന വലിയ ആക്രമണങ്ങളിലേക്ക് നയിക്കുമെന്ന ബോധ്യമുള്ളതിനാലാണ് കമ്മീഷണർ അതീവ ജാഗ്രതയോടെ ചടുലമായി നീങ്ങിയത്.